ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് നിമിഷപ്രിയൻ്റെ യമനിൽ ജീവപര്യന്തം കൊലക്കാരന് കാത്തു കിടക്കുന്ന നിമിഷപ്രിയൻ്റെ ആ വാർത്തയിലൂടെയാണ് നമ്മൾ നിരന്തരം കഴിഞ്ഞു പോകുന്നത്. അതിൽ നല്ല വാർത്തകൾ, ശുഭകരമായ വാർത്തകളുണ്ട്, വളരെ ദുഃഖകരമായ വാർത്തകളുണ്ട്, ഒക്കെ ഉണ്ട്. ആ ചർച്ചകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വരുന്നത് ഇതിൽ ഏറെക്കുറെ ആശ്വാസകരമായ കുറെ വാക്കുകളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നതിനപ്പുറമായിട്ട് ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ടീമിനെ തിരിച്ചറിയണം. ഞാൻ 1-2 വാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കേൾപ്പിച്ചു തരാം. ഈ കേരള സമൂഹം ഒന്നാകെ ഒരുമിച്ച് നിന്ന് ഇങ്ങനത്തെയുള്ള ചില സ്വഭാവമുള്ള ചെറ്റ സ്വഭാവമുള്ള ഇങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. ആരിഫ് ഹുസൈൻ, അതുപോലെ പണിക്കര്, ശ്രീജിത്ത് പണിക്കര്, അങ്ങനെ ചില ചെറ്റകളായ കുറച്ച് ടീമുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടെന്തോ കാര്യമുണ്ടോ? നിമിഷപ്രിയ ചെയ്ത കുറ്റങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കേരള സമൂഹത്തിന് ഏകദേശം ഇപ്പൊ ഇന്ത്യക്കൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏകദേശം ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ ആരും നിമിഷപ്രിയയെ ഒരു മഹത് വ്യക്തിത്വമായിട്ടോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പളുങ്കും മനസ്സിനുടമയായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവള് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പൊ 8-9 കൊല്ലമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പക്ഷേ 5-6 കൊല്ലമായിട്ട് ഇതിന്റെ പിറകിൽ നടക്കുന്ന ആക്ഷൻ കമ്മിറ്റിക്ക് ഇതിനെ ഒന്നും ചെയ്യാനോ എത്തിപ്പെടാനോ അല്ലെങ്കിൽ കുറ്റം ശിക്ഷ ഒന്ന് കുറയ്ക്കാനോ കൂട്ടാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അവരുടെ കുടുംബത്തിന്, ദലാലിന്റെ കുടുംബവുമായിട്ട് ഇതുവരെ സംസാരിക്കാനോ അതിന്റെ അടുത്ത് വരെ എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇതില് ആരിഫ് ഹുസൈന് അങ്ങനത്തെ കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവർ പറയുന്ന അവർക്കുള്ള വിഷയം എന്താണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഇതിപ്പോ ന്യൂസ് 18-ലെ ഒരു ചർച്ചയാണ്. അതിലെ അവതാരകൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ല, അവിടെ ഞാൻ സംശയമായി ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാമല്ലോ നിമിഷപ്രിയ എന്നത് പൊതുവെ മലയാളികൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ നിരവധിയായ മലയാളികൾ ഉണ്ടെങ്കിലും നിമിഷപ്രിയ കേസിന് ഒരു പ്രത്യേക സ്വഭാവം ഉള്ളതുകൊണ്ട് പൊതുസമൂഹം മുഴുവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നു. അതിനിടയിലാണ് വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നിമിഷം അതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചു, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു എന്ന വിവരം പുറത്തേക്ക് വന്നതിനെ നമുക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കലായി കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആരിഫ് ഹുസൈൻ എന്തൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഒരു കാര്യമാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതായത് ഇതിങ്ങനെ പറയേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി, അവിടെയാണ് ഈ കാന്തപുരത്തോട് നമുക്ക് വിയോജിക്കേണ്ടി വരുന്നത്. കാരണം ഈ ഒരു വിവരം ലഭിക്കുന്ന അവസ്ഥ മറ്റുള്ള ആളുകൾക്കുണ്ടായിട്ട് അവരിത് പരസ്യപ്പെടുത്തുകയോ ഇതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയോ ചെയ്യാത്തടത്ത് സ്വന്തം ലെറ്റർ പാഡ് പോലും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ആ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ചർച്ചയാവുകയും അവിടെയാണ് ഈ പറയുന്ന വഴിവിട്ട ചർച്ചകളിലേക്ക് ഇത് പോകുന്നത്. മീഡിയ ഇത് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ. മൂപ്പര് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഘോഷിക്കാനുള്ള ഒരു വകയും വകുപ്പും കേരളമില്ലാന്ന. ആഘോഷിക്കാനുണ്ട്, ജനങ്ങൾക്ക് ആഘോഷിക്കാനുണ്ട്. അല്ല, അമ്മക്കാണെങ്കിൽ തൽക്കാലം ഒരു ആശ്വാസം കിട്ടാനുള്ള ഒരു വകുപ്പ് അതിലുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16-ാം തീയതി കൊലക്കാർ കഴുത്തിൽ വീണ്ട ആളാണ്. അവിടെ എല്ലാം തീരേണ്ട ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ തീരേണ്ട സമയത്താണ് AP ഉസ്താദ് ഇടപെട്ടിട്ട് അവിടെയുള്ള സൂഫി വര്യനായിട്ട് ഇടപെട്ട് കുടുംബങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ട് കയറ് താൽക്കാലികമായിട്ട് നീട്ടിവെക്കുന്നത്, മാറ്റിവെക്കുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അത് ആശ്വസിക്കാനുള്ള ഒരു വകുപ്പില്ലാത്ത കാര്യം ഒന്നും ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ഇന്ന് ഈ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ലായിരുന്നു. കാരണം അന്ന് നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇതിനെപ്പറ്റി ചർച്ചകളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പറയുന്ന ഇനിയും കടമ്പകളുണ്ട്. തീർച്ചയായും തൽക്കാലം കടമ്പകൾ കടക്കാനുള്ള ചർച്ചക്കുള്ള കുറച്ച് സമയം നമുക്കുണ്ടല്ലോ എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മൂപ്പര് അടുത്ത വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേൾപ്പിച്ചുതരാം. കാന്തപുരം ഇതിൽ ചെയ്തത് അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അറിയിക്കുന്നതിന് വാട്ടർമാർക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെയാണ് ഈ ക്രെഡിറ്റിന്റെ ഇഷ്യൂ അവിടെ കടന്നു വരുന്നതും അതൊരു അനാവശ്യമായ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറുന്നതും. അതിനെ നമ്മൾ വിമർശിക്കും. കാരണം ഇവിടെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ചങ്ങാതി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓന് വേറൊന്നുമല്ല, ഒരു വാട്ടർമാർക്ക് വെച്ചാൽ മതി പ്രശ്നം. AP ഉസ്താദിന്റെ മർക്കസിന്റെ പേരിലുള്ള ഒരു വാട്ടർമാർക്ക് ജനങ്ങളെ അറിയിക്കുമ്പോൾ വാട്ടർമാർക്കിന്റെ ആവശ്യം. ഈ നിമിഷപ്രിയ സംഘാടകർ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5-6 കൊല്ലമായിട്ട് ഇരുട്ട് തപ്പുകയായിരുന്നു. ഒരു വെളിച്ചവും കുടുംബത്തിന്റെ അടുത്തേക്ക് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആരടുത്ത് നിന്നും ഈ ചാണ്ടി ഉമ്മൻ ഇടപെട്ട് AP ഉസ്താദിന്റെ അടുത്ത് പോയി അവരുമായിട്ട് കുറച്ച് അടച്ചടന്ന് അവിടെയുള്ള MLA സൂഫി വര്യനെ AP ഉസ്താദ് ഇടപെട്ട് സംസാരിച്ച് ആയിട്ടാണ് ഒരു ശുഭകരമായ വാർത്ത നമുക്ക് കിട്ടിയത്. ശുഭകരമായ വാർത്ത തന്നെയാണ്. അല്ലെങ്കിൽ 16-ാം തീയതി എല്ലാം തീരേണ്ടിയാണ്. പക്ഷെ ഞാൻ എനിക്ക് വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർമാർക്ക് ഉപയോഗിച്ചു. എന്തിനാണ് ജനങ്ങളെ മുമ്പിൽ, മീഡിയന്റെ മുമ്പിൽ മർക്കസിന്റെ പേരിൽ ഒരു വാട്ടർമാർക്ക് വെച്ച് നോക്കാണ് മൂപ്പര് പറയുന്നത്.
മൂപ്പർക്ക് വെക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ മൂപ്പർ യമനിൽ നിന്നുള്ള ആ ഉദ്യോഗസ്ഥർ നേരിട്ട് പിന്നെ മർക്കസിന്റെ പേരിലേക്കാണ്, ഒഫീഷ്യൽ പേജിലേക്കാണ് അത് അയച്ചു കൊടുത്തത്. അപ്പൊ മൂപ്പരെ പേരിൽ മൂപ്പരെ ജനങ്ങൾ കാണിച്ചു. മൂപ്പർ അതിന് വേണ്ടി എനിക്ക് ക്രെഡിറ്റ് വേണം, അത് വേണം, എനിക്ക് വേണം, എല്ലാം വേണം, ഞാൻ എല്ലാം ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവന്റെ ഒക്കെ ആവശ്യം ജനങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ചെങ്ങായിന്റെ കരണം നോക്കി നല്ല അടിയോട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ 5 പേരുള്ള അവന്റെ കവിളിൽ ഇങ്ങനെ വാട്ടർ മാർക്കായിട്ട് കാണണം, തല്ലി ഓടിക്കണം ജനങ്ങൾ. കേരള ജനങ്ങൾ ഇതൊക്കെ അറിയണം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരെ. അല്ലാണ്ട് ഈ ശുഭകരമായ വാർത്ത കിട്ടിയിട്ട് അതിന്റെ കൂടെ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്നല്ലാതെ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വളരെ മോശമായ പിന്നെ ഇങ്ങനത്തെ സംസാരങ്ങളും ചർച്ചകളിലൊക്കെ വന്നിട്ട് വെറുതെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി പിന്നെ അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ മെയിൻ ആളായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നോക്കാം ജസ്റ്റ്. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ സൂചിപ്പിച്ചത് മാതിരി 5 വർഷത്തോളം ഇരുട്ടിൽ നിന്നിരുന്ന, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിനെ ഒരു പിന്നെ ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില പോരായ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ മാത്രം വിടുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു വാട്ടർമാർക്കിനെ നമ്മൾ വിവാദമാക്കേണ്ടതില്ല. മൂപ്പര് പറയുന്നത് ഇതാണ്, ഒരു വാട്ടർ മാർക്ക് ഒന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. 5 കൊല്ലം ഞങ്ങൾ ഇരുട്ട് തപ്പിയാണ് പലരോടും, കേന്ദ്ര ഗവൺമെന്റിനോടും പലരോടും യമനിലുള്ള പല ആളുകളോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചു. ഒന്നും നടന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് പിന്നെയെങ്കിലും ഒരു കുടുംബത്തിന്റെ അടുത്ത് വരെ എത്താനുള്ള ഒരു കാരണക്കാരനായിട്ട് AP ഉസ്താദാണ്. ആ വലിയൊരു പിന്നെ ഒരു ഭാഗ്യല്ലേ, വലിയൊരു പിന്നെ അത്രയും എന്താണ് 1-ാം തീയതി എല്ലാം കൊലക്കാർ തൂക്കിലേറ്റി എല്ലാം കഴിയേണ്ട അവസാനിക്കേണ്ടി വീണ്ടും കുറച്ചുകൂടി ഡേറ്റ് നീട്ടിക്കിട്ടി. മൂപ്പര് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലേക്കൊന്നും നമ്മൾ വലിച്ചയക്കേണ്ട ആവശ്യമില്ല, വാട്ടർ മാർക്കൊന്നും. മൂപ്പർ ഒഫീഷ്യൽ പേജിലൂടെ മൂപ്പര് അത് ജനങ്ങളെ അറിയിച്ചു. അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലുള്ള ആരിഫ് ഹുസൈനെ പോലുള്ള ചെറ്റകളാണ് ഒരു കാര്യവും ജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത വെറുതെ ചാനലിൽ വന്നിട്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇതുപോലുള്ള ചെറ്റകളാ കേരള ജനസമൂഹം തിരിച്ചറിഞ്ഞിട്ട് അവർ ഒറ്റപ്പെടുത്തണം. ജനസമൂഹത്തിൽ നിന്നും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയുള്ള നല്ല ചർച്ചകളൊക്കെ, നല്ല ശുഭകരമായ വാർത്തകൾ നമുക്ക് കിട്ടട്ടെ. പിന്നെ നിമിഷപ്രിയക്ക് ഒരു ആശ്വാസകരമായ, അല്ലെങ്കിൽ നമ്മുടെ കേരള ജനങ്ങൾക്കും അല്ലെങ്കിൽ നിമിഷപ്രിയന്റെ കുടുംബങ്ങൾക്കൊക്കെ ആശ്വാസകരമായ ഒരു വാർത്ത ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ചർച്ച നടക്കട്ടെ. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ അവിടുന്ന് മോചിപ്പിക്കാനും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനും, നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ശുഭകരമായ വാർത്ത ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.